ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന് അയച്ച സന്ദേശത്തിലാണ് ഷീ ഇക്കാര്യം പറഞ്ഞത്. വജ്ര ജൂബിലിയുടെ ഭാഗമായി ചൊവ്വാഴ്ച ഇരു രാജ്യങ്ങളും പരസ്പരം അഭിനന്ദന സന്ദേശം കൈമാറി. വ്യാളിയും ആനയും ഒന്നിച്ചുള്ള ടാങ്കോ നൃത്തം പോലെ ഇരു രാജ്യങ്ങളുടെയും ബന്ധം മാറണമെന്ന് സന്ദേശത്തിൽ ഷീ ജിൻപിങ് പറയുന്നു. ചൈനയുടെ പ്രതീകാത്മക ചിഹ്നമാണ് വ്യാളി, ഇന്ത്യയുടേത് ആനയും. തെക്കേ അമേരിക്കൻ നൃത്തരൂപമാണ് ടാങ്കോ. 2020 ഗൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിന് ശേഷം ഇരു രാജ്യങ്ങളും ബന്ധം സാധാരണ നിലയിൽ എത്തിക്കാൻ ശ്രമിച്ചു വരുന്നതിനിടെയാണ് നയതന്ത്ര വാർഷികത്തിൽ നേതാക്കൾ പരസ്പരം സന്ദേശങ്ങൾ അയച്ചത്. സമാധാനപരമായ സഹവർത്തിത്വത്തിനെ അയൽക്കാർ വഴി കണ്ടെത്തണമെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആശയവിനിമയവും സഹകരണവും മെച്ചപ്പെടുത്താൻ താൻ തയ്യാറാണെന്നും ഷീ പറഞ്ഞു. ഷീക്കും ദ്രൗപദി മുർമുവിനും പുറമെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രധാനമന്ത്രി ലീ ചിയാങ്ങും പരസ്പരം അഭിനന്ദന സന്ദേശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് ഗുവോ ജിയാകുൻ പറഞ്ഞു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ 75ാം വാർഷികത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുകയും ചെയ്തു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, ചൈനീസ് അംബാസഡർ സു ഫെയ്റോങ് ആതിഥേയത്വം വഹിച്ച പരിപാടിയിൽ പങ്കെടുത്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചും അതിലൂടെ ഇരുവർക്കുമുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചും നേതാക്കൾ പരിപാടിയിൽ സംസാരിച്ചു. പരസ്പര ബഹുമാനത്തിന്റെയും താൽപര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ ബന്ധം മെച്ചപ്പെടുത്താൻ ഇന്ത്യ തയ്യാറാണെന്ന് വിക്രം മിശ്രി പറഞ്ഞു. ഈ വർഷം കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലോകത്തിന് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി മോദി പറഞ്ഞു. ഇന്ത്യയും ചൈനയും ഗ്ലോബൽ സൗത്തിലെ പ്രധാന അംഗങ്ങളാണെന്ന് ഷീ ജിൻപിങ് പറഞ്ഞു. 2024 ഒക്ടോബറിൽ കിഴക്കൻ ലഡാക്കിലെ സൈനിക പിന്മാറ്റം പൂർത്തിയാക്കാൻ ധാരണയായിരുന്നു. ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതിർത്തി പ്രദേശങ്ങളിൽ സാധാരണ നില തിരിച്ചെത്തിയിട്ടുണ്ടെന്ന് മോദി കൂട്ടിച്ചേർത്തു. ഇത് ലോകത്ത് സമാധാനം നിലനിർത്താനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാക്കാനും സഹായിക്കും. ലോകം പല ധ്രുവങ്ങളായി മാറുന്ന ഈ സമയത്ത് ഇരു രാജ്യങ്ങളുടെയും സഹകരണം പ്രധാനമാണ്.